അത് കഴിഞ്ഞ് മാസങ്ങൾ 1-ാം തീയതി വന്നു, വൃശ്ചിക മാസം വന്നു, ഓണത്തിന് വന്നു, വിഷു, ഇതൊക്കെ പുതിയത് വരുന്നതാണ്. എത്ര 50 ദിവസം മുമ്പുള്ള ദിവസമാണ് ഇപ്പോൾ ഉള്ളത്? അല്ല, എത്രയോ ദിവസം കൂട്ടി. ഈ കൂട്ടിയത് തന്ത്രി മാത്രം തീരുമാനിച്ചിട്ടല്ല, പബ്ലിക് പ്രഷർ വന്നു. പബ്ലിക് പ്രഷർ വന്നപ്പോൾ കൂട്ടി. പബ്ലിക് പ്രഷറിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്, ഡെമോക്രാറ്റിക് റെപ്രസെൻറ്റേറ്റീവാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയായിട്ട് മറ്റെന്താ അഭിപ്രായ വ്യത്യാസം? ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട്. മാത്രമല്ല, ഞാനൊരു പരിസ്ഥിതി പ്രവർത്തന നിലയിലേക്കും പറയാം, അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. കാരണം ഇനി ശബരിമലയ്ക്ക് താങ്ങാൻ കഴിയാത്തത്ര ലോഡാണിപ്പോൾ വരുന്നത്. ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല. ഞാൻ ശബരിമലയുടെ പരിസ്ഥിതി സംരക്ഷിക്കണമെന്നുള്ളതുകൊണ്ട് പറയുന്നതാണ്. ഇപ്പം നമുക്കറിയാം, പുല്ലുമേട് ദുരന്തം പോലെ നിരവധി വിഷയങ്ങളുണ്ടാവുന്നു. ഇനി ശബരിമലയിൽ വനം വെട്ടണമെന്നാണ് പറയുന്നത്, ശബരിമല വികസിപ്പിക്കാൻ. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയാൽ തീർച്ചയായും പാരിസ്ഥിതികമായി ഇതിന് ഗുണമുണ്ട്. അത് മുഖ്യമന്ത്രി നോക്കണം. മാസത്തിൽ 5 ദിവസം നട തുറക്കുമ്പോൾ തീർത്ഥാടകർ വരുന്നില്ല എന്നതും നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അല്ല, അത് രണ്ടാമത് പരിശോധിക്കണം, എന്തുകൊണ്ട് വരുന്നില്ല. അതിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രി ഇത് ഉടനെ നടപ്പാക്കാനല്ലല്ലോ, ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ വരുമ്പോൾ മാസത്തിൽ 5 ദിവസം വരുന്നില്ല, മറ്റ് ദിവസം. പക്ഷേ ഇത്തവണ വന്നു, ഈ മാസം വന്നു. ഞാൻ ഇത്തവണ ശബരിമല വടശ്ശേരിക്കര ഇന്നലെ ഉണ്ടായിരുന്നു, അവിടെ വന്നു. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ മണ്ഡലക്കാലത്ത് വരാൻ കഴിയാതിരുന്ന ആളുകളുണ്ട്, അവർക്ക് വരാം. ഇവിടെ പ്രശ്നം അതല്ല. പ്രശ്നം മുഖ്യമന്ത്രിക്ക് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞാൽ അത് മതത്തിൽ ഇടപെടലാണോ എന്ന വാദമുണ്ടല്ലോ. ആ വാദത്തിന് ഒരു ടിൻറ്റുണ്ട്, ഒരു വർഗീയ ടിൻറ്റുണ്ടെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വാദം ഒരു ഡെമോക്രസിയിൽ പൊളിറ്റിക്കൽ ലീഡർ ഉന്നയിക്കാൻ പാടില്ല. ഇനി മുഖ്യമന്ത്രിയെ തുറക്കാനല്ല പറഞ്ഞത്, മുഖ്യമന്ത്രി നാളെ മുതൽ തുറക്കണം എന്നൊരു ഉത്തരവിടല്ല ചെയ്തത്. ഒരഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ രീതി നോക്കട്ടെ. ദേവപ്രശ്നമൊക്കെ വെച്ചോട്ടെ, തന്ത്രി പറയട്ടെ, വേറെ ആരെങ്കിലും പറയട്ടെ. അതൊന്നും മുഖ്യമന്ത്രി പറഞ്ഞില്ലോ. തന്ത്രി പറഞ്ഞ് കേൾക്കരുത്, തുറക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ VIP ക്യൂവിൻ്റെ കാര്യം പറഞ്ഞു. VIP ക്യൂവിൻ്റെ കാര്യം അത് തന്നെയാണ് കാര്യം. ഞാൻ ശബരിമല ഒരിക്കലും ഒരു ജനകീയ സ്ഥാപനമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ വ്യാപാരമുണ്ട്. അതിലിപ്പോൾ നമുക്കിപ്പോൾ ആര് പറഞ്ഞിട്ടും കാര്യമില്ല, അവിടെ വ്യാപാരത്തിൻ്റെ ഒരു തലമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പൊന്നമ്പലമേട്ടിലെ വിളക്കടക്കം ഇപ്പോൾ അവസാനം വന്നല്ലോ, അതിൽ വ്യാപാരം ഉണ്ടെന്ന്. അത് ശരിയോ തെറ്റോ, ദേവപ്രശ്നം അംഗീകരിച്ചിട്ടുണ്ടോ, ഇതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ വിശ്വാസികൾ അവർ ചെയ്തോട്ടെ, ഞാനതിൽ ഇടപെടുന്നില്ല. വിശ്വാസികളുടെ ആവശ്യമാണ്. വിശ്വാസിക്കുന്നവർക്ക് താങ്കൾ പറയുണ്ടായി മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അഭിപ്രായം പറയരുത് എന്നൊരു നിലപാടെടുക്കുന്നവരുടെ മനസ്സിൽ ഒരു വർഗീയ സമീപനമുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സമൂഹം ഇന്ന് ഈ വിഷയത്തോട് ഏത് രൂപത്തിൽ പ്രതികരിച്ചു എന്ന് അങ്ങ് പരിശോധിക്കുമ്പോൾ അങ്ങക്ക് എന്താണ് തോന്നുന്നത്? ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം കേൾക്കുമ്പോൾ മറ്റൊരു വിശ്വാസികളുടെ കാര്യത്തിലും ഇടപെടുന്നില്ലല്ലോ, ഹിന്ദു വിശ്വാസികളുടെ കാര്യത്തിലും അതുകൊണ്ട് ഇടപെടാൻ പാടില്ല എന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അത് കേൾക്കുമ്പോൾ താങ്കൾക്ക്? അത് തന്നെ ഉറപ്പായും തോന്നുന്നുണ്ടല്ലോ. കുമ്മനം രാജശേഖരൻ്റെ തൊട്ടടുത്താണ് ഉമ്മൻചാണ്ടി നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഒരു വർഗീയ അത് എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്? എന്തിനാ അങ്ങനെ സംസാരിക്കുന്നതോടുകൂടി അവരുടെ ഒരു മതേതരത്വത്തിനൊരു ക്ഷീണം വരുന്നു. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ നോക്കുമ്പോൾ തീർച്ചയായും ഉമ്മൻചാണ്ടി അത് എന്താ പറയേണ്ടത്? അതിനെ അങ്ങനെയല്ലല്ലോ കണ്ടത്. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എടുക്കാം, എടുക്കാതിരിക്കാം. അതിൻ്റെ വിശ്വാസേതരമായ വിഷയങ്ങൾ എടുക്കാം, വിശ്വാസ വിഷയങ്ങളും എടുക്കാം. നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാ വിശ്വാസങ്ങളും മാറ്റിവെച്ച് നിർബന്ധമായി തുറക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ ഉമ്മൻചാണ്ടിയും ശ്രീ കുമ്മനം രാജശേഖരനും പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം എന്താ, അങ്ങനെ മുഖ്യമന്ത്രി പറയട്ടെ. തന്ത്രി പറഞ്ഞാലും വേണ്ടില്ല, ആര് പറഞ്ഞാലും വേണ്ടില്ല, 360 ദിവസം അമ്പലം തുറക്കണം എന്നാണ് ആവശ്യപ്പെട്ടെങ്കിൽ നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ശൈലിയിൽ പ്രതികരിക്കാം. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ അല്ല തീരുമാനമെടുക്കേണ്ടത്. പ്രയാർ ഗോപാലകൃഷ്ണൻ എന്താ, അദ്ദേഹവും ഒരു മതേതര സർക്കാരിൻ്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വന്നതാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ നേരത്തെ രാജ്മോഹൻ പറഞ്ഞത് കറക്റ്റാണ്, ഉണ്ണിത്താൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അത് അദ്ദേഹം തന്ത്രിയായിട്ട് ആലോചിക്കാം. അങ്ങനെ പറയണ്ടു, അതാണ് അതിനുള്ള മറുപടി. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ പ്രയാർ ആദ്യം നിശ്ചയിച്ച രൂപത്തിൽ നിന്ന് മാറി സംസാരിക്കുന്നു. അത് ഒരു ശരീരഭാഷയുടെയോ ഉപയോഗിച്ച പദങ്ങളുടെയോ പ്രശ്നമല്ല. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ, പരിഷ്കൃത സമൂഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിൽ തന്നെ ഇതെല്ലാം നടക്കണം, മറ്റൊരിടത്തും ഞങ്ങൾക്ക് പരാതിയില്ല അല്ലെങ്കിൽ പരിഭവമില്ല, മാറ്റണമെന്നാവശ്യപ്പെടില്ല എന്ന സ്ഥിതി ആര് നടത്തിയാലും അത് ശരിയാണോ? പ്രയാർ പറയുന്നതാണ്, നല്ല ഭാഷയാണ്. പക്ഷെ പറയുന്നതിൽ നിന്ന് വരുന്ന ആശയം എന്താണ്? ഇന്ന് ഹിന്ദു എന്ന് പറയാൻ അഭിമാനിക്കുന്നവർ എത്ര പേരുണ്ട്? ഹൈന്ദവതയ്ക്കൊരു ഐക്യമുണ്ടോ? അതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പം, അല്ലാതെ സർക്കാരിൻ്റെ അല്ല. ഇതൊരു സംഘപരിവാർ നേതാവ് പറയുന്നത് പോലെയുള്ള വാചകങ്ങളിലെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ.
അതല്ല, അതിനകത്ത് വ്യത്യസ്തമായ ക്ഷേത്രങ്ങൾക്ക് വ്യത്യസ്തമായ പ്രതിഷ്ഠാ മന്ത്രങ്ങളും ആചാരങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും വ്യാപ്തി അനുസരിച്ച് അത് പുനർവ്യാഖ്യാനം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ യേശുദാസിൻ്റെ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും. ഇന്ന് വരെ ഗുരുവായൂർ അമ്പലത്തിൽ പോകാനോ ആ ഗോപുരനട തുറക്കാനോ ശ്രീ ഗുരുവായൂരപ്പനെ കാണാനോ യേശുദാസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ശബരിമലയിൽ വാവരുടെ പ്രതിഷ്ഠയുണ്ട്. എന്റെ ചോദ്യം അതല്ല, ഞാൻ പറഞ്ഞോട്ടെ, എല്ലാ ജാതി മതസ്ഥർക്കും ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ആ രൂപത്തിലാണോ പ്രയാറിന്റെ വാചകങ്ങൾ പറഞ്ഞത്? പ്രയാറിന്റെ വാചകങ്ങൾ ആ രൂപത്തിലാണോ? എന്റെ ചോദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ പറയുന്ന പ്രയാറിന്റെ വാചകങ്ങൾക്കാണ് VM സുധീരൻ മറുപടി പറയേണ്ടത്. ഈ പറയുന്ന വാചകങ്ങൾക്കാണ് മറുപടി പറയുന്നത്. എന്നിട്ട് VM സുധീരൻ പറയുകയാണ് പ്രയാറിനെ മനസ്സിലാകാത്തത് കൊണ്ടാണ് പറയുന്നത്. പ്രയാറിനെ മനസ്സിലായെങ്കിൽ അത് സുധീരന്റെ മാത്രം ബോധ്യമാണ്, അതല്ല ഇവിടെ ചർച്ചാ വിഷയം. ഈ പുറത്തു വരുന്ന വാക്കുകളിൽ നിന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നതിനെ സുധീരൻ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം. അല്ലെങ്കിൽ കടകംപള്ളി പറഞ്ഞതുപോലെ ശരണം വിളിക്കുന്നത് പോലെ സുധീരൻ ഓരോ ദിവസവും വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം മതേതരവാദിയാണ് പ്രയാറെന്ന്. അല്ല, പ്രയാർ ഗോപാലകൃഷ്ണൻ ഒരു മതേതരവാദിയാണെന്നുള്ളതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഈ വാചകങ്ങൾ അത് ഞാൻ പറഞ്ഞിട്ട് വേണു. ഇപ്പൊ മതേതരത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കടകംപള്ളി സുരേന്ദ്രനെ ആരും കേരളത്തിൽ നിയമിച്ചിട്ടില്ല. ഈ വാചകങ്ങൾ കേരളത്തിൽ ആരൊക്കെയാണ് മതേതരവാദി എന്ന് തീരുമാനിക്കാൻ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ കടകംപള്ളി പറയുമോ? അങ്ങ് ഇങ്ങനെ പറയുമോ? പറഞ്ഞത് ഞാൻ ഈ ചർച്ചയിൽ വളരെ വസ്തുനിഷ്ഠമായി ഇന്ന് ഹിന്ദു എന്ന് പറയാൻ അഭിമാനിക്കുന്നവർ എത്ര പേരുണ്ട്? ഹൈന്ദവതയ്ക്ക് ഒരു ഐക്യമുണ്ടോ? അങ്ങ് പറയുമോ ശ്രീ രാജ്മോഹൻ? അങ്ങ് പറയുമോ? അങ്ങായാലും അല്ല, അങ്ങേ KSFDCയുടെ ചെയർമാനാക്കി, പ്രയാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിലും മാറ്റി വെക്കാവുന്നതാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഈ വാചകം പറയുമോ ഇല്ലയോ? രാജ്മോഹൻ ഉണ്ണിത്താൻ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും ഈ വാചകം പറയില്ല. പിന്നെ ഇതിന്റെ ഒരു ഞാൻ പറയട്ടെ, പക്ഷേ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇരിക്കുന്ന കസേര എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. ആ കസേരയിൽ ഇരുന്നപ്പോ ആ കസേരയോട് നീതി പുലർത്താൻ പ്രയാർ ഗോപാലകൃഷ്ണൻ ശ്രമിച്ചതുകൊണ്ടായിരിക്കാം. അല്ല, ആ കസേരയോട് നീതി പുലർത്തുകയാണെങ്കിൽ ആ രൂപത്തിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലെ വാചകങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രയാർ എന്നിട്ടൊരു ചോദ്യത്തിന് മറുപടി പറയുകയാണ്, രാജിവെക്കുന്നതിന്റെ കാര്യം വരുമ്പോൾ പറയുകയാണ്, മന്ത്രി എപ്പോൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ രാജിക്ക്, പക്ഷേ ഇതാണ് ആ വാചകങ്ങൾ, നാളെ മന്ത്രിയെ കൊണ്ട് പറയിക്കൂ രാജിവെക്കണമെന്ന്, മടിയില്ല. പക്ഷേ എന്നെ ചുമതലപ്പെടുത്തി എൻ്റെ പാർട്ടി ഉണ്ടല്ലോ, അവിടെ ഭക്തന്റെ വേഷം മാറ്റി വെക്കുകയാണ്, എൻ്റെ പാർട്ടി ഉണ്ടല്ലോ, എൻ്റെ നേതാക്കന്മാരുണ്ടല്ലോ, അവരുടെ അനുവാദം വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതെവിടെ കേൾക്കുന്നു? അപ്പോ അയയിൽ നിന്ന് ഇടുന്ന വേഷത്തിനനുസരിച്ച് പ്രയാർ ഇന്നതാണ് എന്ന് നാം എല്ലാവരും മൗനത്തോട് അംഗീകരിച്ചു കൊടുക്കണം. ഒരു നിമിഷം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഭക്തനാണ്, അടുത്ത നിമിഷം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയ യജമാന്മാരോട് ചോദിച്ചിട്ട് മാത്രം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയിൽ നിന്ന് പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന വ്യക്തിയാണ്. ഇതെന്ത് ന്യായം? അതേസമയം രാജ്മോഹൻ ഉണ്ണിത്താൻ പറയാൻ കഴിയും ഞാൻ അവിടെ ഇരുന്നാൽ അങ്ങനെ പറയില്ല എന്ന്. അപ്പോൾ ഇത് പ്രയാറിന്റെ മാത്രം അജണ്ടയാണ്, അത് വെച്ച് പൊറപ്പിക്കാൻ കഴിയുന്നതുമല്ല. അല്ല വേണു, ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ മുഖ്യമന്ത്രി വിളിച്ചു അവലോകന യോഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നമുക്കൊരു കാര്യം പറയാം. ഇപ്പൊ പ്രയാർ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി 4 വർഷമാണ്. അത് അതല്ല ഞാൻ പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയില്ല എന്ന് പറയുന്ന വാചകങ്ങൾ പ്രയാർ പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിലപാട് വ്യക്തമാണ്, പ്രയാറിനോട് യോജിക്കുന്നില്ല എന്ന്. പിന്നെ സുധീരൻ എങ്ങനെ യോജിക്കാൻ കഴിയും? അല്ല, സുധീരൻ എന്താ ഇവിടെ പറഞ്ഞത്? സുധീരൻ പറഞ്ഞത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ഒരു വർഗീയവാദിയാണെന്ന്. എന്തുകൊണ്ട് വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നോമിനിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന പ്രയാർ ഒരു വർഗീയവാദിയാണെന്ന് കേരളത്തിന്റെ ദേവസ്വം മന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയും? അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചുമതല കൊടുത്തിരിക്കുന്നു നിങ്ങൾ ഭരിച്ചിരുന്ന ഘട്ടത്തിൽ. അതുകൊണ്ട് പ്രയാർ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് മാത്രമായിട്ട് കരുതേണ്ട പ്രയാറിനെ. പ്രയാർ പറയുകയാണ്, ഇനി ഞാൻ രാജി വെച്ചാൽ ഇവിടെ തന്നെ ഉണ്ടാകും. ഇങ്ങനെയാണ് പറയുന്നത്. ശബരിമല തെരുവിൽ കെട്ടിയ ചെണ്ട പോലെ ആർക്കും വന്ന് തട്ടിയും മുട്ടിയും പോകാമെന്ന ധാരണയുണ്ടെങ്കിൽ ഇനിയും അയ്യപ്പ ഭക്തന്മാർ അത് സഹിക്കില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലെങ്കിലും ഞാൻ ശബരിമലയിൽ ഉണ്ടാകും. എനിക്ക് കാറേ നഷ്ടപ്പെടൂ,
അവിടെയുള്ള 2 മുറികളെ നഷ്ടപ്പെടൂ എന്ന് വെച്ചാൽ അവിടെ വീണ്ടും കലാപത്തിന് ആ കമ്മീഷൻ പ്രയാസാറിന്റെ നിലപാട് ഞാൻ വിശദീകരിക്കാം. ശ്രീ പ്രയാസാറിനെ റെപ്രസെന്റ് ചെയ്ത് പറയാൻ എനിക്ക് അവസരമില്ല. എനിക്ക് പ്രയാസാറിനെ റെപ്രസെന്റ് ചെയ്ത് പറയാൻ അവസരമില്ല. ആ നിലപാട് ഞാൻ പറയാം. ഒരു നിമിഷം ഞാനിരുന്ന സമയത്താ സംസാരിച്ചത്. ഞാൻ പറഞ്ഞു ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അത് പറഞ്ഞതിനും അത് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച വികാരം എന്താണെന്നറിയോ? അതാണ് മനസ്സിലാക്കേണ്ടത്. ശബരിമലയിൽ ലക്ഷോപലക്ഷം വരുന്ന ഭക്തന്മാർ, ആ ഭക്തന്മാർക്കൊരു നിലപാടുണ്ട്. കാരണം നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ കാണാൻ 41 ദിവസത്തെ വ്രതമെടുത്തിട്ടാണ് ഭക്തന്മാർ അവിടെ വരുന്നത്. ഞാൻ പറയട്ടെ, രാജ്മോഹൻ ഈ വാചകങ്ങൾ പറയില്ല എന്ന്